നേതാക്കന്മാർ ഈ കേരളത്തിനകത്തുണ്ട്. ഞങ്ങളെ UDF-ലേക്ക് ക്ഷണിച്ച UDF-ന്റെ നേതാക്കന്മാർ ഈ കേരളത്തിനകത്തുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞപ്പോ CPI-യെ UDF-ലേക്ക് വിളിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കേരളത്തിനകത്തുണ്ട്. അവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെ ഗവൺമെന്റ് ഇതാ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു, മുന്നോട്ട് പോകുന്നു, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ ഘടകകക്ഷികൾക്ക് മുസ്ലിം ലീഗിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരാം. നിങ്ങൾ എന്താ ആ വർത്തമാനം ഇപ്പൊ പറയാത്തത്? KM ഷാജി പറഞ്ഞ പ്രസ്താവന ഇവിടെ മാർക്സ് അതിന്റെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നെഹ്റുവിനെ പുറത്താക്കുന്ന PM ശ്രീ പദ്ധതി, ഗാന്ധിജിയെ പുറത്താക്കുന്ന PM ശ്രീ പദ്ധതി ചവറ്റുകുട്ടയിലെറിയുമെന്നും അറബിക്കടലിൽ തൂക്കിയെറിയുമെന്നും പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള KM ഷാജി എന്റെ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ KM ഷാജിക്ക് എത്ര എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ കേരളത്തിനകത്തുള്ളത്. മാന്യതയുടെ ഭാഷയിൽ ചോദിച്ചാൽ അതെത്രയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഈ കേരളത്തിനകത്തുള്ളത്. അറബിക്കടലിലെ വെള്ളം വറ്റിയത് കൊണ്ടാണോ PM ശ്രീ ഈ PD സതീശൻ നടപ്പിലാക്കുമെന്ന് ആവശ്യപ്പെട്ടപ്പോ എണീറ്റ് നിന്ന് വർത്തമാനം പറയാൻ KM ഷാജിക്ക് നട്ടെല്ലില്ലാതെ പോയത്, കുഞ്ഞാലിക്കുട്ടിക്ക് നട്ടെല്ലില്ലാതെ പോയത്, ഷംസുദ്ദീന് നട്ടെല്ലില്ലാതെ പോയത്? ഈ കേരളത്തിനകത്ത് PM ശ്രീ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ RSS-കാരന്റെ അജണ്ട ഈ കേരളത്തിൽ കൊണ്ടുവരുന്നു എന്നാണ്. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.